പേടിക്കാനൊന്നുമില്ല. ഗുഡ് ന്യൂസാണ്, നിങ്ങളൊരു അമ്മയാൻ പോകുന്നു. ലാബ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു സർ, ഞാൻ ഗർഭിണിയാണെന്ന്. എന്നിട്ട് അതിൻ്റെ സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. അത് തന്നെയാണ് സർ എൻ്റെ പ്രശ്നം. നിന്റെ ഭർത്താവ് 2 വർഷമായി വിദേശത്താണ്. അതാണപ്പോൾ ഈ മൂഡ് ഓഫിന് കാരണം. ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പോൾ ഇവിടെ സർവ്വസാധാരണമാണ്. പേടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. അതല്ല സർ, എൻ്റെ ഭർത്താവിനോട് 100% നീതി പുലർത്തുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സർ. തെളിച്ചു പറയൂ. അതെ സർ, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയില്ല. അടേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വാപ്പാ, ചോറിടം വെച്ചിക്കണ്. പോരാ, ഞാൻ പിന്നെ വിളിച്ചേ. ഇത് അബ്ദുക്ക, മൂപ്പരുടെ വാപ്പയാണ്. നാടി ഞരമ്പ് വലിഞ്ഞു മുറുകണ്, മുണ്ടും കുപ്പായൊക്കെ നനഞ്ഞു കുതിരാണ്, വണ്ടികളൊക്കെ കൈകി നടക്കണ്, ജോലിയും തരവുമില്ല കൊണ്ട് നടക്കണ്. സാബു, ഇച്ചിപ്പ അങ്ങാടിക്ക് പോണണ്ടാ? വണ്ടിയിൽ കുറച്ചൊരു വെള്ളം വയ്ക്കണം, അത് കഴിഞ്ഞ പോയി. ഞാൻ പോവാട്ടോ. ദിലു നിക്കടാ, ഒരുമിച്ച് കൂടാ. എനിക്ക് അൻവറിന്റെ പോവണ്ടേ? നിക്കടാ, ഞാനുണ്ടാ. ഇത് സാബു, ഞങ്ങളെ പോരത്തെ ഡ്രൈവറാ. സാബിറെ, ഇത് ചായ അടിച്ചില്ലേ? നിങ്ങളെ ചായ വിളിക്കൊന്നും വേണ്ട. ഇത് സാബിർ, മൂപ്പരുടെ അനുജനാണ്. ഭയങ്കര ദേഷ്യക്കാരനാ. പിന്നെ പൊരിയിലെ പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? എനിക്കൊരു മോനുണ്ട്, +1 പഠിക്കുകയാണ്. +1? വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെ സർ. വളരെ കോംപ്ലിക്കേറ്റ് ആയ ഒരു കേസാണിത്. ഒന്നുകിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉപ്പ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവർ സാബു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനിയൻ സാബിർ. തീർച്ചയായും ഈ 3 പേരിൽ ഒരാളാണ് നിങ്ങളുടെ ഗർഭത്തിന് ഉത്തരവാദി. അതാരാണെന്നറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഡോക്ടർ? നിങ്ങൾ ഇന്ന് രാത്രി മുതൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ 3 പേരും നിങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കണം. വാപ്പച്ചി വിളിച്ചീനോ? വാപ്പച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോരെ? നല്ല നിങ്ങളുടെ തീരുമാനം മാറ്റൊന്നും വേണ്ട. പേരിന് നമ്മള് 4 കെട്ടിയെങ്കിലും ഊർമിളനെ പോലെ മൊഞ്ചുള്ള പെണ്ണ് നമ്മൾ ഇതിനെ കണ്ടിട്ടില്ല. എന്താ പാപ്പ, നിങ്ങൾക്ക് ഒന്നുകൂടെ കെട്ടാൻ തോന്നുന്നു? ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം പേടിക്കൂലേ? ചായ എടുക്ക്, ഇട്ടതുണ്ടാവുമല്ലോ. ഞാൻ തൊക്കെ കൂടെ അറിഞ്ഞ് പൊടിച്ചാണ്ടല്ലോ. ഈ വീട്ടിൽ എന്നെ സീരിയൽ നിർത്തുന്നോ അന്നേ വീട് നന്നാവും. സാറിന് വർഷനെ അവൃതിനൊക്കെ നാളെ കാണാം അല്ലേ പാപ്പ? ഊർമിളനി